ഹലോ എവരിവൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ജോബ് വാക്കൻസി പറഞ്ഞിട്ടുള്ളത് ഒന്ന് HR ഇന്റേൺ ആയിട്ടുള്ളത്. എല്ലാ വാക്കൻസീസും ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വാക്കൻസിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഫ്രഷേഴ്സ് മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ പേര് നമുക്ക് DM ചെയ്ത് ചോദിക്കുന്നതാണെങ്കിലും നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് ഫ്രഷേഴ്സിന് എന്ത് ജോബാണ് കിട്ടുക, അല്ലെങ്കിൽ ഫ്രഷറിന് ഏത് ടൈപ്പ് ഓഫ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. അപ്പോൾ എന്ത് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം? ഇപ്പം HR ആണെങ്കിൽ കൂടിയിട്ടും ആ ഒരു HR വാക്കൻസിയിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കുറേ അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടുന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ജോലിക്ക് ക്വാളിഫൈഡ് ആണോ, അതോ ഓവർ ക്വാളിഫൈഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ അണ്ടർ ക്വാളിഫൈഡ് ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. മനസ്സിലായോ? ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതിനൊക്കെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളെ ചാനലിൽ പോയി ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പർ വേയിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? പിന്നെ ഒരുപാട് എന്താ പറയുക വാക്കൻസീസ് വരുന്ന കുറേ പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റ് നമ്മൾ നോക്കുക. അതായത് ഇപ്പോൾ പഠിച്ച് ജോലിക്ക് പോകാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലല്ലോ. അപ്പോൾ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ജോബ്സ് ഉണ്ട്. അപ്പോൾ ഇൻഫോ പാർക്കിനകത്ത് എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പോയിട്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, കുറേ പേര് ഇതേപോലെ എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുള്ള DM ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രഷേഴ്സിൻ്റെ ജോബ് വാക്കൻസീസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമോ. അത് കൂടുതലായിട്ട് എനിക്ക് ചോദിച്ചിട്ടുള്ള HR വാക്കൻസീസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ സംഭവമില്ലേ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കറൻ്റ് ഇപ്പോൾ ഓർമ്മയില്ല, കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ല, കാരണം ഞാൻ അതിൽ ഫോക്കസ് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജസ് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ആണ്. കാരണം ഫ്രഷേഴ്സിനാണ് ഇപ്പോൾ ജോലി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷേഴ്സിൻ്റെ വാക്കൻസീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്നെ ഇന്നലെ എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചാണ്, ചേച്ചി ഇന്റേൺ ആയിട്ട് അല്ലെങ്കിൽ HR പോസ്റ്റിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുക, കുറേ അപ്ലൈ ചെയ്തു കിട്ടുന്നില്ല, MBA ചെയ്തിട്ടുണ്ട്, ഞാൻ ക്വാളിഫൈഡ് ആണോ, അപ്പോൾ എങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കപ്പോൾ HR തന്നെ ഒരു 3 കാറ്റഗറി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് HR സംഭവം അറിയില്ല, എങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ നമ്മളൊരു ഫ്രഷർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കയറാൻ പറ്റുന്ന സംഭവമാണ് എനിക്ക് തോന്നുന്നത്. HR ഇന്റേൺ ആയിട്ട് കേട്ടോ, ഇന്റേൺ ആയിട്ട് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു വാക്കൻസി വന്നിട്ടുള്ളത് HR ഇന്റേൺ ആയിട്ടാണ്. ഈ ഒരു ജോബ് വാക്കൻസി ഉള്ളത് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു HR ഇന്റേൺ ആയിട്ട് ഉള്ളൊരു വാക്കൻസിയിൽ അവർ പറയുന്നത് സാലറി കുറച്ച് കുറവാണ്. ഇന്റേൺ ആയിട്ട് കയറുന്ന സമയത്ത് സാലറി എന്തായാലും കുറവായിരിക്കും. പക്ഷെ നമ്മൾ കയറുക ഒരു കൊല്ലോ അല്ലെങ്കിൽ 6 മാസം എക്സ്പീരിയൻസ് നമുക്ക് സുഖമായിട്ട് വേറെ വല്ല കമ്പനീസിൽ നമുക്ക് ജോലി കിട്ടും. ഇപ്പോൾ ജോലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ വലിയ IT പാർക്കുകളിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇല്ലേ. അപ്പോൾ അവരാണെങ്കിൽ അവർക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സാധാ ഒരു കമ്പനിയിൽ നമ്മുടെ നാട്ടിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിലുള്ളതോ ഒരു കമ്പനിയിൽ കയറുക. നിങ്ങൾ ഏത് പോസ്റ്റാണോ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിലൂടെ കയറിയിട്ട് കുറച്ച് സാലറി ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു കേട്ടോ എനിക്ക്. കാരണം നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ IT കമ്പനിയിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ മസ്റ്റായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, എക്സ്പീരിയൻസ് നോക്കും നന്നായിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ആ ജോലി കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ബെനിഫിറ്റ് പറയുന്നത് ഈ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇതൊരു വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു വാക്കൻസി ആയതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് HR പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജോബാണ് താല്പര്യമുള്ളത് അതിന് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ജോബ് വാക്കൻസീസ് നോക്കുന്നത് ഞാൻ Indeedൻ്റെ അകത്താണ് നോക്കുന്നത് കേട്ടോ. ഞാൻ പേഴ്സണലി Indeedആണ് ഇപ്പോഴും റെഫർ ചെയ്യാറുള്ളത് എൻ്റെ ജോബ് വാക്കൻസീസിനും കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരു 95% ഈ ഒരു Indeed യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു ആപ്പൊന്നും നോക്കാത്തത്. ഓക്കെ,
അപ്പോൾ ഫസ്റ്റത്തെ ഒരു ജോബ് വാക്കൻസിയാണ് എന്ത് HR ഇന്റേൺ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്, ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണ്, വർക്ക് ഫ്രം ഹോം ആണ്, പക്ഷെ സാലറി കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു ജോബ് വാക്കൻസി പറഞ്ഞതാണ്. പിന്നെ ഒരു ആർക്കിടെക്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വരുന്നതാണ് ഇന്റേൺഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ സാലറി കുറവാണ്, അതായത് ഫ്രഷർ ആയിട്ടല്ലേ കയറുന്നത്, അപ്പോൾ കുറച്ച് സാലറി കുറവായിരിക്കും. പിന്നെ ഇതിന് ഫ്രഷറായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ ആണ് വരുന്നത്. ലൊക്കേഷൻ തൃശ്ശൂരാണ് വരുന്നത് കേട്ടോ. തൃശ്ശൂരാണ് ഇത് വരുന്നിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന എല്ലാ ജോബിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് കൊടുക്കുക, അല്ല നോക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നതാണ് മെഡിക്കൽ കോഡിങ് ഫ്രഷറായിട്ട് വരുന്ന ഒരു വേക്കൻസി ഉണ്ട്. അവിടെ കൊച്ചിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചിയിലത്തെ വർക്ക് ഫ്രം ഹോം അല്ല ഇത്. അത്യാവശ്യം നല്ല പാക്കേജ് 25K ഒക്കെയാണ് പറയുന്നത് കേട്ടോ. പാക്കേജ് ഫുൾ ടൈം ആണ് വരുന്നത്. അവിടെ പോയിട്ട് വർക്ക് ചെയ്യണം. ഇതിൽ പിന്നെ എഡ്യൂക്കേഷൻ ഡിഗ്രിയാണ് പറയുന്നത് കേട്ടോ. ഡിഗ്രി ഉണ്ടെങ്കിലാണ് ഇവർ പ്രിഫർ ചെയ്യുള്ളൂ ആ ഒരു പോസ്റ്റിലോട്ട്. പിന്നെ വരുന്നതാണ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ആണ് വരുന്നത്. ഫ്രഷർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അവിടെ ഇത് പോസ്റ്റ് വന്നിട്ടുള്ളത് കാസർഗോഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാസർഗോഡ് സാലറി കുറച്ച് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫ്രഷേഴ്സ് നമ്മൾ ഒരുപാട് സാലറി എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോബ് ഫ്രഷേഴ്സിന് ഏതൊരു ജോബ് നോക്കുന്ന ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബ് നോക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു 12K ഒക്കെയാണ് ഈ ഒരു എന്താ പറയുക ജോബിന് അവർ പറയുന്ന സാലറി. പിന്നെ വരുന്ന പോസ്റ്റ് പറഞ്ഞാൽ റോബോട്ടിക്സ് ട്രെയിനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് വരുന്നത് കേട്ടോ. എറണാകുളത്താണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഫ്രഷർക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറയുന്ന എല്ലാ ഒരു ജോബ് വാക്കൻസീസ് എന്ന് പറയുന്ന വാക്കൻസീസും ഒക്കെ എന്താണ് ഫ്രഷർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് വാക്കൻസിയാണ് കേട്ടോ. പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസറാണ് പറയുന്നത്. ഫീമെയിൽസിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സ്റ്റഡി അബ്രോഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണിനെയാണ് അവർ നോക്കുന്നത് കേട്ടോ. പിന്നെ ടെലികോളർ ജോബ് ഉണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്, എന്താ ടെലികോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടെലികോളറിൻ്റെ വാക്കൻസി വരുന്നുണ്ട്. ഫീമെയിലാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചിയിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. അടുത്തൊരു ടെലികോളിംഗ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട്. കൊച്ചി തന്നെയാണ്. ഒരു 12K ഒക്കെയാണ് സാലറി അവർ പറയുന്നത്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ റിസപ്ഷനിസ്റ്റ് ആണ് അടുത്തൊരു വാക്കൻസി വരുന്നത് കേട്ടോ. അത് കാലിക്കറ്റിലാണ് ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക ഫ്രഷർ തന്നെ നോക്കുന്നത് അവർ. അതുപോലെ തന്നെ വരുന്നൊരു വാക്കൻസിയാണ് ജൂനിയർ വുമൻ ആർക്കിടെക്ട് ഫ്രഷർ ആയിട്ടുള്ളൊരു വാക്കൻസി. ട്രിവാൻഡ്രത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത്. സാലറി ഒക്കെ എന്താണ് ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു 25K അല്ലെങ്കിൽ 10K ഒക്കെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 10K to 25K ആണ് ഇവർ പറയുന്നത് ഒരു വാക്കൻസി. വരുന്നൊരു വാക്കൻസിയാണ് അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. അത് മൂവാറ്റുപുഴയാണ് വരുന്നത്. 12K ഒക്കെയാണ് ഒരു എന്താ പറയുക സാലറി പാക്കേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അക്കൗണ്ടന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ BCom ഡിഗ്രി അറിയാമല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഉള്ള ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ ട്രെയിനി പൈത്തൺ തൃശ്ശൂരാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. അപ്പോൾ കുറേ പേര് ഈ ഒരു സോഫ്റ്റ്വെയർ ഈ സംഭവം എന്നോട് ചോദിച്ചിട്ടുണ്ടായി, എന്താ പറയുക വാക്കൻസി വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ തൃശ്ശൂരാണ് വാക്കൻസി വന്നിട്ടുള്ളത്. ഒരു 12K ആണ് ഇതിൻ്റെ ഒരു സാലറി പറഞ്ഞിട്ടുള്ളത്. 8:30 to 5:30 വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത്. 3 മാസം ട്രെയിനിങ് പീരീഡ് ആയിരിക്കും ഇതിൽ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ കമ്പനീസിലും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. പിന്നെ ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, PF ഉണ്ടായിരിക്കും, അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ നേരെ ജോബിന് പോയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കാരണം നിങ്ങളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ